വടക്കൻ കേരളം പോളിംഗ് ബൂത്തിലാണ്. വടക്കിന്റെ വിധി എന്താണ് എന്നതാണ് അറിയേണ്ടത്. MK രാഘവൻ MP ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു. സിനോജ് തോമസ് നമുക്കൊപ്പം. സിനോജ് തോമസ്, MK രാഘവൻ MP-യുടെ ബൂത്തിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം വോട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയോ? സുജയപാർവതി, MK രാഘവൻ MP വോട്ട് ചെയ്യുകയാണ്. മാതൃബന്ധു സ്കൂളിലാണ്, 3-ാം നമ്പർ ബൂത്തിലാണ് അദ്ദേഹം വോട്ട് ചെയ്യുന്നത്. വോട്ട് രേഖപ്പെടുത്താൻ ബൂത്തിലേക്ക് കയറിയിരിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ 1.5 മണിക്കൂർ പിന്നിടുമ്പോൾ 7%-ലേറെ പോളിംഗ് വന്നിരിക്കുന്നു. മികച്ച പോളിംഗ് തന്നെയാണ് രാവിലെ. എല്ലാ ബൂത്തിലും വലിയ രീതിയിലുള്ള വോട്ടർമാരുണ്ട്. രാവിലെ മുതൽ തന്നെ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാ ബൂത്തുകളിലും പുറമെ വോട്ട് ചെയ്യാൻ വേണ്ടി 10-20 പേർ ക്യൂവിലുണ്ട്. അതായത് മികച്ച പോളിംഗിലേക്ക് പോകുന്നു എന്ന് വേണം കരുതാൻ. വേണ്ട രീതിയിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ സ്ലിപ്പൊക്കെ തന്നെ നേരത്തെ കൊടുത്ത് പോളിംഗ് ബൂത്തിലേക്ക് എല്ലാവരോടും നേരത്തെ തന്നെ എത്താൻ വേണ്ടി പറഞ്ഞിരുന്നു. കാരണം തെക്കൻ കേരളത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നൊരു ആശങ്ക നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിൽ പോളിംഗ് ശതമാനം ഉയർത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം എല്ലാ ബൂത്തിലും രാവിലെ മുതൽ തന്നെ വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. MK രാഘവൻ MP വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി തേടേണ്ടതുണ്ട്. MK മുനീർ MLA കുറച്ച് മുൻപ് വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് വന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഏതായാലും MK രാഘവൻ MP അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള മാതൃബന്ധു സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പുറത്തേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് തേടേണ്ടതുണ്ട്. അത് തേടാം. അർജുൻ അങ്ങോട്ട് നീങ്ങിക്കോളൂ.